ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ 185 റൺസിന് പുറത്തായ ഇന്ത്യ ഓസ്ട്രേലിയയെ 181 റൺസിൽ കൂടാരം കയറ്റി. നിർണായകമായ 4 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയെടുക്കാനും ഇന്ത്യക്ക് സാധിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിലിറങ്ങിയ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി. എന്നാൽ ജയ്സ്വാളിന്റെയും KL രാഹുലിന്റെയും സ്കോട്ട് ബോളിനെ ക്ലീൻ ബോൾഡ് ചെയ്തപ്പോൾ വിരാട് കോഹ്ലിയെ സ്ലിപ്പിൽ സ്റ്റീവൻ സ്മിത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചു. ഇതിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റാണ് നിരാശപ്പെടുത്തുന്നത്. വീണ്ടും ഓഫ് സൈഡ് കളിയിൽ വിരാട് കോഹ്ലി വീണിരിക്കുകയാണ്. കോഹ്ലിയുടെ ദൗർബല്യം നികത്താൻ ഇതുവരെയും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അവസാന 29 തവണയും വിരാട് കോഹ്ലി ക്യാച്ച് ഔട്ടായിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ അവസാന 30 ഇന്നിംഗ്സുകളാണ് 29 തവണ ക്യാച്ച് ഔട്ടായിരിക്കുന്നത്. ഒരു തവണ റൺഔട്ടിലൂടെ മടങ്ങി. ഒരേ രീതിയിലാണ് കോഹ്ലി പുറത്താവുന്നത്. നേരത്തെ കോഹ്ലിക്കെതിരെ ഓഫ് സൈഡിൽ പന്തെറിയാൻ താരങ്ങൾ ഭയന്നിരുന്നു. മനോഹരമായ കവർ ഡ്രൈവിലൂടെ പന്ത് ബൗണ്ടറിയിലേക്കും സിക്സറിലേക്കും പായിക്കാൻ കോഹ്ലിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മികവ് കോഹ്ലിക്ക് അവകാശപ്പെടാനില്ല. ഓഫ് സൈഡിൽ പന്ത് കോഹ്ലി എഡ്ജാവുന്നത് തുടർക്കഥയായിരിക്കുകയാണ്. ഇത്തവണ പുറത്തായപ്പോൾ വലിയ നിരാശയോടെയാണ് കോഹ്ലി കളം വിട്ടത്. ഓഫ് സൈഡ് കളിയിൽ വീഴാതിരിക്കാൻ പരമാവധി കോഹ്ലി ശ്രദ്ധ കാട്ടിയിരുന്നു. എന്നാൽ ഇത്തവണയും അതേ രീതിയിൽ തന്നെ പുറത്തായത് കോഹ്ലിക്ക് വലിയ നിരാശയുണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇനിയൊരു ടെസ്റ്റ് മത്സരം ഓസ്ട്രേലിയയിൽ കളിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഗില്ലിന്റെ പ്രകടനത്തിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. രോഹിത് ശർമ്മയെ പുറത്തിരുത്തിയാണ് ഇന്ത്യ ഗില്ലിനെ കളിപ്പിച്ചത്. ഭേദപ്പെട്ട നിലയിൽ തുടങ്ങാൻ ഗില്ലിനായെങ്കിലും മോശം ഷോട്ടിലൂടെ വിക്കറ്റ് തുലച്ചു. 13 റൺസെടുത്ത ഗില്ല് ബെസ്റ്റിന്റെ പന്തിൽ ഔട്ടാവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിലും സമാനമായ ക്രീസിൽ നിന്നിറങ്ങി കളിച്ചാണ് ഗില്ല് നിരാശപ്പെടുത്തിയത്. ആക്രമിച്ച് കളിക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി. എന്നാൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ കൂടുതലും മോശം ഷോട്ടുകളിൽ നിന്ന് എടുത്തു പറയേണ്ടി വരും. അതിനിടയിൽ ഋഷഭ് പന്തിന്റെ പ്രകടനം ഇന്ത്യക്ക് ആശ്വാസമേവുകയാണ്. 61 റൺസാണ് 33 പന്തിൽ ഋഷഭ് പന്ത് സ്വന്തമാക്കിയത്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ പുറത്താകലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിലുള്ളത്.